بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. സഹോദരങ്ങളെ, സൂറത്തു അൽ ഹശറിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് പറഞ്ഞു. അൻസാറുകളെക്കുറിച്ച് പറഞ്ഞ ആയത്തിൻ്റെ അവസാനം കാണാം, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണ് സ്വന്തം നഫ്സിൻ്റെ ഷുഹിൽ നിന്ന് രക്ഷപ്പെട്ടത്? സ്വന്തം മനസ്സിൻ്റെ പിശുക്ക്, ആർത്തിയോടെയുള്ള പിശുക്കാണ് ഷുഹ് എന്നാൽ. അവനവൻ അവകാശപ്പെടാത്തത് അന്യായമായ നിലക്ക് നേടിയെടുക്കാനുള്ള ആഗ്രഹം, ആ ആർത്തിയോടെയുള്ള പിശുക്ക്, അതിനാണ് ഷുഹ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവരാകുന്നു വിജയികളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇമാം മുസ്ലിമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വദ്ദുൽം ഫഇന്ന അദ്ദുൽമ ദുലുമാതുൻ യൗമൽ ഖിയാമ. നിങ്ങൾ ദുൽമിനെ സൂക്ഷിക്കുക, അക്രമം, അനീതി ആരോടും ചെയ്യാതിരിക്കുക. ഫഇന്ന അദ്ദുൽമ ദുലുമാതുൻ യൗമൽ ഖിയാമ. കാരണം അക്രമം എന്നത് ഖിയാമത്ത് നാളിൽ ഇരുട്ടുകളാണ്. അശുഹ വത്തഖു ശുഹ, ഷുഹിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും. ഷുഹാണ് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ നശിപ്പിച്ചത്. ആർത്തി, അത് അന്യായമായി മറ്റുള്ളവൻ്റേത് നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുക. അത് സ്വത്ത് മാത്രമല്ല, സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ അത് അള്ളാഹു അനുവദിക്കാത്ത നിലക്ക് പൂർത്തിയാക്കാൻ ഒരാൾക്ക് തോന്നുക. ലൈംഗികമായ ആഗ്രഹങ്ങളാകട്ടെ, സുഖസൗകര്യങ്ങളുടെ കാര്യങ്ങളാകട്ടെ, സമ്പത്ത് നേടിയെടുക്കലാകട്ടെ, ഇതുപോലുള്ളത് മറ്റുള്ളവരുടെ അള്ളാഹു അനുവദിക്കാത്തത് കൊണ്ട് ഈ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള അതിനുള്ള ചിന്ത, അതാണ് ഷുഹ്. അതാണ് നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത്. അത് തോന്നുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കുക. അള്ളാഹുവിനോട് ഇസ്തിആദ തേടി, അവനോട് രക്ഷ തേടി അത് ഒഴിവാക്കുക. മോശം ചിന്തകൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതുപോലെ അത് വരുമ്പോൾ അതൊഴിവാക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിന് ഖൽബിൽ സ്ഥാനം കൊടുത്താൽ, ഖൽബിൽ അതിന് സ്ഥാനം കൊടുത്താൽ അത് വളർന്നു വലുതാകും. അതൊരു വൻമരമായി തീരും. അത് പിന്നെ ഹറാമിലേക്ക് നമ്മെ എത്തിക്കും. ഖൽബിൽ അത് വരുമ്പോൾ തന്നെ അത് ഒഴിവാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും. ശുഹാണ് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചത്. ഹമലഹും അലാ അൻ സഫകൂ ദിമാഅഹും വസ്തഹല്ലൂ മഹാരിമഹും. ഹമലഹും, അത് ഈ മുൻകഴിഞ്ഞ സമുദായങ്ങളെ കൊണ്ടെത്തിച്ചു, അവരെ പ്രേരിപ്പിച്ചു, അവരെ കൊണ്ടുപോയി. അലാ അൻ സഫകൂ ദിമാഅഹും, അവർ പരസ്പരം അവരുടെ രക്തം ചിന്തുന്നതിലേക്ക് അവരെ കൊണ്ടുപോയി. അവർ പരസ്പരം രക്തം ചിന്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക, കൊല്ലുക എന്നതിലേക്ക് അവരുടെ ഷുഹ് അവരെ കൊണ്ടുപോയി. വസ്തഹല്ലൂ മഹാരിമഹും, അവരുടെ ഹുർമത്താക്കപ്പെട്ട കാര്യങ്ങൾ, പവിത്രമായത് ലംഘിക്കുന്നതിലേക്ക്, അത് ഹലാലാക്കുന്നതിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അന്യൻ്റെ രക്തവും സമ്പത്തും അവൻ്റെ അഭിമാനവുമെല്ലാം ഹുർമത്തുള്ളതാണ്. അത് ലംഘിക്കുക, അത് പിച്ചു ചീന്തുക തുടങ്ങിയതിലേക്ക് ആളുകളെ എത്തിച്ചത് ഷുഹാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖു ദുൽമ, നിങ്ങൾ ദുൽമിനെ സൂക്ഷിക്കുക, അക്രമം സൂക്ഷിക്കുക. ഫഇന്ന ദുൽമ ദുലുമാതുൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ദുൽമ ഇരുട്ടായി തീരും, ഇരുട്ടുകളാണ്. വെളിച്ചം ആവശ്യമുള്ള ഖിയാമത്ത് നാളിൽ സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്താൻ വെളിച്ചം ആവശ്യമുള്ള ഖിയാമത്ത് നാളിൽ മുഅ്മിനുകൾക്ക്, റസൂലിന് അള്ളാഹു പ്രകാശം നൽകുന്ന ഖിയാമത്ത് നാളിൽ ഇരുട്ടാകും. ദുനിയാവിലെ അക്രമം,
واتقوا الفحش فإن الله لا يحب الفحش والتفحش റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതുപോലെ നിങ്ങൾ സൂക്ഷിക്കുക അൽ ഫുഹ്ഷ്. ഫുഹ്ഷ് എന്നാൽ മോശമായത് പറയുക, മോശമായത് പ്രവർത്തിക്കുക, അശ്ലീലം, അതാണ് ഫുഹ്ഷ്, വൃത്തികേട്. അതിൻ്റെ വാക്കും പ്രവൃത്തിയും അതാണ് ഫുഹ്ഷ് എന്നത്. അത് സൂക്ഷിക്കുക. ഫഇന്ന അല്ലാഹ ലാ യുഹിബ്ബുൽ ഫുഹ്ഷ വല തഫഹുഷ. അല്ലാഹു ഫുഹ്ഷും ഇഷ്ടപ്പെടുകയില്ല, തഫഹുഷും ഇഷ്ടപ്പെടുകയില്ല. ഫുഹ്ഷ് എന്നാൽ ഒരാൾ വൃത്തികേട് ചെയ്യുക, പറയുക. തഫഹുഷ് എന്നാൽ ഒരാളത് അഭിനയിക്കുക, വെറുതെ ആളുകളെ ചിരിപ്പിക്കാനോ മറ്റോ അശ്ലീലവും വൃത്തികേടും ഒക്കെ പറയുന്ന ആളുകളെ കാണാം. അവൻ പറയേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിട്ടില്ല. ആ മോശം വാക്ക് അത് അവൻ ഒഴിവാക്കാമായിരുന്നു, വെറുതെ അത് പറയുക. അതിനുള്ള ചില ആളുകൾ കാണാം, ആകെ കിട്ടുന്ന ഇവൻ്റെ വാക്ക് കേട്ട് മറ്റുള്ളവർ ചിരിച്ചു എന്നുള്ളതാണ്. ഇവനോ സുബ്ഹാനല്ലാഹ്, ആ വാക്കുകൊണ്ട് ഒരു പക്ഷെ അവൻ നരകത്തിൽ വീണേക്കാം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നൽ അബ്ദ ലാ യതകല്ലമു ബിൽ കലിമ മിൻ സഖത്തില്ലാഹ് ലാ യുൽഖി ലഹാ ബാല യഹ്വി ബിഹാ ഫീ ജഹന്നം. ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയും, അവനത് കാര്യമാക്കിയിട്ടില്ല. എന്തിനാണ്? ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ തന്നെ മറ്റു ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ആ വാക്കും കൊണ്ട് അവൻ നരകത്തിൽ, അത് കാരണത്താൽ അവൻ ജഹന്നമാകുന്ന നരകത്തിൽ വീഴും. അപ്പോൾ ചില മോശമായ വാക്കുകൾ, അശ്ലീലം, അത് പറഞ്ഞതുകൊണ്ട് പറഞ്ഞവനൊന്നും കിട്ടാനില്ല. അത് അഭിനയിച്ച് ഉണ്ടാക്കി പറയുക, അതാണ് തഫഹുഷ്. അത് അങ്ങനെ പറയുകയോ ചെയ്യുകയോ ചെയ്യുക, യാതൊരാവശ്യമില്ല. അവനത് കരുതി കൂട്ടി ചെയ്യുക. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. അത് ചിലർക്ക് അത് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ്റെ നാവൻ അങ്ങനെ ആയിരിക്കും, ഫുഹ്ഷിൻ്റെ ആളായിരിക്കും, വൃത്തികെട്ടവനായിരിക്കും. അവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തഫഹുഷിൻ്റെ ആളെയും, എൻ്റെ ആളെന്നല്ല, പക്ഷേ വെറുതെ അങ്ങനെ മോശമായത് പറയുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. അവിടുത്തെ വാക്കുകൾ വളരെ നല്ല വാക്കുകളായിരുന്നു. അവിടുന്ന് ചീത്ത വിളിക്കുന്ന ആളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൈസൽ മുഅ്മിനു ബിത്തആൻ വലാ ബില്ലആൻ. മുഅ്മിൻ, മുസ്ലിം, അവൻ ഇങ്ങനെ ആളുകളെ തഅൻ ചെയ്തുകൊണ്ടേയിരിക്കുക, ആളുകളെ കുത്തിക്കൊണ്ടേയിരിക്കുക, അങ്ങനെയുള്ളവനല്ല. അതുപോലെ ശപിച്ചുകൊണ്ടേയിരിക്കുക, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ശാപവാക്ക് പറയുക, അങ്ങനെയുള്ളവനല്ല മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നല്ലത് മാത്രം ആണ് പറയുക. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹു പറഞ്ഞൊരു വാക്ക് പോലും നാം പറയുന്നില്ല, തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകനായ ഒരു മലക്ക് അവിടെ ഉണ്ടായിട്ടല്ലാതെ. ഓരോന്നും രേഖപ്പെടുത്തപ്പെടുന്നു, ഓരോന്നും നാം കാണും. നമ്മൾ പറഞ്ഞതെല്ലാം അല്ലാഹു നമ്മുടെ നാവുകൾ നേരെയാക്കി തരുമാറാകട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ഫുഹ്ഷും തഫഹുഷും ഇഷ്ടപ്പെടുകയില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഇയ്യാകും വശുഹ. ഷുഹിനെ സൂക്ഷിക്കുക, ആർത്തി, പണത്തോടും ദുനിയാവിലെ സുഖങ്ങളോടുമുള്ള ആർത്തി, അത് സൂക്ഷിക്കുക. അതോടൊപ്പമുള്ള പിശുക്ക്, അതുകൊണ്ട് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതിരിക്കാൻ തോന്നും, അവനവൻ അവകാശപ്പെടാത്തത് പിടിച്ചു വാങ്ങാനും തോന്നും. അതിനെ സൂക്ഷിക്കുക. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലക്കും. അതാണ് നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത്. ആമറഹും ബിദ്ദുൽമി ഫളലമു വആമറഹും ബിൽഫുജൂരി ഫഫജറു വആമറഹും ബിൽഖതിഅതി ഫഖതഉ. ഈ ശുഹ അവരോട് കൽപ്പിച്ചു ദുൽമ ചെയ്യാൻ. ഫളലമു, അവർ ദുൽമ ചെയ്തു, കൊടുക്കേണ്ടടുത്ത് കൊടുത്തില്ല. കൊടുക്കേണ്ടത് കൊടുത്തില്ല. നമ്മൾ കൊടുക്കേണ്ട ആളുകൾ, നമ്മുടെ ജോലിക്കാർ, അതുപോലെ നമ്മുടെ ചെലവിന് കീഴിൽ കഴിയുന്ന ആളുകൾ, നമ്മൾ കൊടുക്കാനുള്ളവർ, ഇവരുടെ അടുത്തൊക്കെ പിടിച്ചു വെക്കുക ദുൽമാണ്. അതിന് പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഈ ഷുഹാണ് പ്രേരിപ്പിക്കുന്നത്. ഈ ആർത്തിയും ഈ പിശുക്കുമാണ് അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ പിശുക്ക് അവരോട് കൽപ്പിച്ചു ദുൽമ ചെയ്യാൻ. ഫളലമു, അവർ ദുൽമ ചെയ്തു. വഅമറഹും ബിൽ ഫുജൂരി ഫഫജറു, വൃത്തികേടുകൾ ചെയ്യാൻ, മോശം മ്ലേച്ഛമായത് ചെയ്യാൻ ഈ ഷുഹ അവരെ പ്രേരിപ്പിച്ചു. നേരായ വഴിക്കല്ല. ഹലാലായി അള്ളാഹു നിശ്ചയിച്ച മാർഗമുണ്ട് അവൻ്റെ ശാരീരികമായ മോഹങ്ങൾ തീർക്കാൻ. അതിൽ നിന്നില്ല. ഷുഹാണ് അവന്.
അള്ളാഹു അനുവദിക്കാത്തതിൽ അതുകൂടി അവന് വേണ്ടി വന്നു. നസ്അലുല്ലാഹ അൽ ആഫിയ. അള്ളാഹു അവൻ ഹലാലാക്കിയത് കൊണ്ട് നമുക്ക് മതിയാക്കി തരുമാറാകട്ടെ. ആമീൻ. ഹറാമിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരോട് ഫുജൂർ ശുഹ കൽപ്പിച്ചു, അവർ ഫുജൂർ പ്രവർത്തിച്ചു. വഅമറഹും ബിൽ ഖതിഅതി ഫഖതഉ. കുടുംബ ബന്ധങ്ങൾ മുറിക്കാൻ ശുഹ വരെ പ്രേരിപ്പിച്ചു, മുറിച്ചു. കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. മുറിച്ചാൽ പിന്നെ ഭാഗം തിരിഞ്ഞു നോക്കണ്ടല്ലോ, പിന്നെ അവരെ കാര്യം അന്വേഷിക്കണ്ട, അവരെ സഹായിക്കണ്ട. ഞാനും അവരുമായിട്ട് യാതൊരു ബന്ധമില്ല, അവർ നമ്മൾ പണ്ട് തെറ്റിയതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. അപ്പം ഇതൊക്കെ ഇങ്ങനെ കൈയടക്കി വെക്കാൻ, കൊടുക്കാതിരിക്കാനുള്ള ന്യായമാണ് പലർക്കും ഇതൊക്കെ. യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള എന്താ? ശുഹാൻ. ബാക്കിയൊക്കെ പുറമേക്കുള്ള ചില ന്യായങ്ങൾ മാത്രം. അള്ളാഹുവിൽ വില പോവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഖൽബറിയുന്നവനാണ്. അല്ലാഹു ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ അമാലിക്കും വഖുലൂബിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ല നോക്കുക. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹു നോക്കുക. ചില ആളുകൾ ഖുലൂബിക്കും മാത്രമേ പറയുള്ളൂ, അഅമാലിക്കും കണ്ടിട്ടില്ല. അത് കാണണ്ട. എന്നിട്ട് കൽബ് നല്ലതാണ്, കൽബ് ആർക്കും കാണാൻ കഴിയില്ലല്ലോ. എൻ്റെ കൽബ് നല്ലതാണ്, അള്ളാഹ് കൽബ് നോക്കുന്നല്ലേ പറഞ്ഞത്, അള്ളാഹ് ശരീരത്തിലേക്ക് നോക്കുന്നല്ലല്ലോ പറഞ്ഞത്. അതുകൊണ്ട് നിസ്കരിക്കണ്ട, അതുകൊണ്ട് കുഫാറുകളെ പോലെ നടന്നാൽ മതി, അതുകൊണ്ട് താടി പഠിക്കാം. ഇങ്ങനെയൊക്കെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവനിഷ്ടത്തിന് വ്യാഖ്യാനിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അങ്ങനെ തന്നെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് നോക്കുക. കാരണം പ്രവർത്തനം അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അള്ളാഹുവിൻ്റെ എത്ര ആയത്തുകളിൽ ഈമാനിൻ്റെ കൂടെ സാലിഹായ അമലിനെ ചേർത്ത് പറഞ്ഞു. ഈമാനിൻ്റെ കൂടെ സാലിഹായ അമൽ പറയാത്ത ആയത്തുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുമാർ അത്രയും കാണാം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇമാം ശാഫിഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്കെതിരിൽ തെളിവായി അള്ളാഹു ഈ ഒരു സൂറത്തെ അവതരിപ്പിച്ചിട്ടുള്ളെങ്കിൽ അത് മതിയായിരുന്നു. അള്ളാഹു ഈ ഒറ്റ സൂറത്തെ ഖുർആനിൽ ഇറക്കിയിട്ടുള്ളൂ എങ്കിൽ തന്നെ പരലോകത്ത് നമുക്ക് ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്ക് സൂറത്ത് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അതിലടങ്ങിയിരിക്കുന്നു എല്ലാം. അതുകൊണ്ട് സഹാബത്ത് പരസ്പരം കണ്ട വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു ഈ സൂറത്ത്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെ സത്യം, മനുഷ്യരെല്ലാം നഷ്ടത്തിൽ തന്നെയാണ്, മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. മുഅ്മിനുകൾ, ഈമാൻ സ്വീകരിച്ചവരും സാലിഹായ സൽക്കർമ്മം പ്രവർത്തിച്ചവരും സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും സബർ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ, ഈ 4 സിഫത്തുകൾ ഒത്തുചേർന്നവർ ഒഴികെ. ഈമാൻ എന്നാൽ എന്താണ്? അള്ളാഹുവിലുള്ള, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള, അള്ളാഹുവും റസൂലും പറഞ്ഞു തന്ന മുഴുവൻ കാര്യങ്ങളിലുമുള്ള ഈമാൻ. സാലിഹായ അമൽ എന്നാൽ എന്താണ്? അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് സാലിഹായ അമലുകൾ. അത് ജനങ്ങളെ ഉപദേശിക്കുക. അത് ഉപദേശിക്കുമ്പോൾ എല്ലാവരും ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുകയില്ല, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയില്ല. ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കേണ്ട പലതും മുന്നിൽ വന്നേക്കും. അവ സബർ കൈക്കൊള്ളുക, പരസ്പരം അത് ഉപദേശിക്കുകയും ചെയ്യുക. ലുഖ്മാൻ എന്ന സാലിഹായ മനുഷ്യൻ പണ്ട് മകനോടുത്ത ഉപദേശത്തിലുള്ളതുപോലെ, യാ ബുനയ്യ അഖിമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, നിസ്കാരം നിലനിർത്തുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതിലുണ്ടാകുന്നതിൽ നിനക്ക് ബാധിക്കുന്നതിൽ ക്ഷമിക്കുക. അത് അസ്മുൽ ഉമൂറിൽപ്പെട്ട കാര്യങ്ങളാണ്. നിശ്ചയദാർഢ്യം വേണ്ട ഉറച്ച കാര്യങ്ങളിൽപ്പെട്ട, ഖണ്ഡിതമായ കാര്യങ്ങളിൽപ്പെട്ടതാണത്. കുട്ടികളോട് സാധാരണ നമ്മൾ എന്താ ഉപദേശിക്കാം? മോനെ, പോകുന്നിടത്ത് പലതും കാണും, അത് കാണും, ഇത് കാണും, നമ്മളൊന്നും പറയാൻ പോണ്ട. ലുഖ്മാൻ മകനോട് പറഞ്ഞെന്താണ്? വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക്. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, എന്നിട്ട് അതിലുണ്ടാകുന്നതിൽ സബർ ചെയ്യണം. കാരണം നാട്ടിൽ നന്മ നടക്കാഞ്ഞാൽ, തിന്മ നടന്നാൽ അതിൻ്റെ ഷർറ് ചെയ്യുന്നവന് മാത്രമല്ല ഉണ്ടാവുക, എല്ലാവർക്കും ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരു കൂട്ടർ ഇസ്തഹമു അലാ സഫീന, ഒരു കപ്പലിൽ കയറി, എന്നിട്ട് അവർ നറുക്കിട്ടു. ആർക്കാണ്
കപ്പലിന്റെ മുകൾ തട്ടിൽ താമസിക്കാൻ യോഗ്യതയുള്ളത്? ആരാണ് കപ്പലിന്റെ അടിഭാഗത്ത് താമസിക്കേണ്ടത്? ഒരു കൗമിന് മുകളിൽ കിട്ടി, ഒരു കൗമിന് താഴെ കിട്ടി. താഴെയുള്ളവർക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ മുകളിലേക്ക് ചെല്ലണമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ താഴെയുള്ള ചിലർക്ക് തോന്നി, എന്തിനാ ഇപ്പം മുകളിൽ പോയി അവരെ ബുദ്ധിമുട്ടിക്കണം, ഇവിടെ ഒട്ടുണ്ടാക്കിയാൽ പോലെ, താഴെ മുഴുവൻ വെള്ളമല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ എങ്ങാനും ഇവർ വിട്ടേച്ചിരുന്നെങ്കിൽ, അവർക്ക് നറുക്കിട്ട് കിട്ടിയ ഭാഗമല്ലേ താഴെ, അവിടെ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ലേ, അവർക്ക് അവരുടെ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമില്ലേ എന്ന് ചോദിച്ചവരെ വിട്ടാലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലകൂ വഹലകൂ ജമീഅ, അവരും നശിക്കും എല്ലാവരും നശിക്കും, കപ്പലും മുങ്ങും. നിങ്ങളാരാ ഉപദേശിക്കാൻ എന്ന് ചോദിച്ചാലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ കൈ പിടിച്ചാൽ, അവരെ തടഞ്ഞാൽ നജൗ വനജൗ ജമീഅ, അവർ രക്ഷപ്പെടും ഇവരും രക്ഷപ്പെടും. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. ഇതുപോലെയാണ് കാര്യം. അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് ദുനിയാവിൽ നടന്നാൽ ദുനിയാവിൽ അതിന്റെ ഷർറുണ്ടാവും. ആകാശത്തിൽ അതിന്റെ പ്രതിഫലനം നിനക്ക് കാണാം, ഭൂമിയിൽ കാണാം. അള്ളാഹുലേക്ക് തൗബ ചെയ്താൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ അതിന്റെ പ്രതിഫലം നിനക്ക് മുകളിൽ കാണാം, താഴെ കാണാം. എന്തിനാ മഴ പെയ്യാഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ചെല്ലുന്നത്? ഇസ്തിഗ്ഫാറാണ് നിസ്കാരത്തിലും അതിനുശേഷമുള്ള ദുആയിലുമെല്ലാം. ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ. അല്ലാഹുവേ, ഞങ്ങളിതാ മാറ്റിയിരിക്കുന്നു, നീ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണേ എന്നതിലേക്കുള്ള സൂചനയായിട്ടാണ് സലാത്തുൽ ഇസ്തിസ്ഖാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധരിച്ച തട്ടം തിരിച്ചിടും. പണ്ഡിതന്മാർ പറഞ്ഞു, അതെന്തിനാണ്? റബ്ബേ, ഞങ്ങൾ പാപത്തിൽ നിന്ന് മാറ്റി ഇസ്തിഗ്ഫാറിലേക്ക് എത്തിയിരിക്കുന്നു, നീ ഇത് മാറ്റി റഹ്മത്ത് ചൊരിയണമേ, നിന്റെ മഴ വർഷിപ്പിക്കണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കാലുകളില്ലായിരുന്നെങ്കിൽ മഴ തന്നെ കിട്ടുമായിരുന്നില്ല എന്നതുപോലെയാണ് പാപങ്ങളുടെ കാര്യം. അതുപോലെ നന്മകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷുഹ്, പിശുക്ക് എന്നത്, ആർത്തി എന്നത്, ആർത്തിയോടെയുള്ള പിശുക്കാണ് ഷുഹ്. അതവരോട് ദുൽമ് കൽപ്പിച്ചു, അവർ ദുൽമ് ചെയ്തു, അതിക്രമം ചെയ്തു. വൃത്തികേട് ചെയ്യാൻ കൽപ്പിച്ചു, വൃത്തികേട് ചെയ്തു. ബന്ധങ്ങൾ മുറിക്കാൻ കൽപ്പിച്ചു, അപ്പോൾ ഒരു ബന്ധം മുറിച്ചു. അതുകൊണ്ട് ഷുഹിനെ നിങ്ങൾ സൂക്ഷിക്കുക, അതിനെ സൂക്ഷിച്ചാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം. വേണ്ടാത്ത ആർത്തി, അമിതമായ മോഹം, അത് സഹോദരങ്ങളെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് ഉപേക്ഷിച്ചാൽ തന്നെ അള്ളാഹു ദുനിയാവിൽ ഒരുപാട് റാഹത്ത് തരും, ദുനിയാവിൽ വലിയ റാഹത്ത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹ്. ഖദ് അഫ്ലഹ, ഒരുവൻ വിജയിച്ചിരിക്കുന്നു. ആരാണവൻ? മൻ അസ്ലമ, മുസ്ലിം ആവുകയും, വറുസിഖ കഫാഫൻ, അവന് വേണ്ടത്, അവന്റെ ചെലവിനുള്ളത് കിട്ടുകയും, വഖന്നഅഹു അല്ലാഹ്, അള്ളാഹു തൃപ്തി കൊടുക്കുകയും ചെയ്തവൻ, അള്ളാഹു സംതൃപ്തി കൊടുത്തു, അവൻ വിജയിച്ചിരിക്കുന്നു. ഈ ഹദീസിൽ നിന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു, ഏതാണ് അഫ്ദൽ? ഒരാൾക്ക് റിസ്ക് കുറേ കിട്ടലാണോ, അല്ല ആവശ്യത്തിന് തികയാതെ കിട്ടലാണോ, അല്ല ആവശ്യത്തിന് കിട്ടലാണോ? പണ്ഡിതന്മാർ പറഞ്ഞു, ഏറ്റവും നല്ലത് കഫാഫാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും നല്ലത് കഫാഫ്, ആവശ്യത്തിന് കിട്ടുക എന്നുള്ളതാണ്. കാരണം അധികം ഉണ്ടായാൽ ഇവൻ ചിലപ്പോൾ ഷർറിലേക്ക് പോയേക്കാം. സംശയമില്ല, അധികം ഉണ്ടാകുന്നതിനെ ചോദ്യം കൂടും. ഉണ്ടായതിനൊക്കെ ഉത്തരം പറയണം. 5 കാര്യത്തിന് ഉത്തരം പറയാതെ ഖിയാമത്ത് നാളിൽ കാൽ മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നുള്ളതിൽ ഒന്നെന്താ? ഒന്ന് സമ്പത്താണ്. ബാക്കി 4ലും ഒറ്റ ചോദ്യമുള്ളൂ. സമ്പത്തിന് 2 ചോദ്യമാണ്. ബാക്കി ഉംരിഹി ഫീമ അഫ്നാഹ്, അവൻ്റെ ആയുസ് എവിടെയാണ് ചിലവ്, വൻ ഷബാബിഹി, അവൻ്റെ യൗവനം എവിടെയാണ് തുലച്ചു കാണുന്നത്, അവൻ്റെ ഇൽമിനെ കുറിച്ച് അവൻ എന്താണ് പ്രവർത്തിച്ചതെന്ന്. പിന്നെന്താ? വൻ ഉംരിഹി വൻ ഷബാബിഹി, എനിക്ക് ഓർമ്മയില്ല. അതിലൊന്ന് സമ്പത്താണ്. ബാക്കി എല്ലാത്തിനെ കുറിച്ച് ഒരു ചോദ്യമേ ഉള്ളൂ. എന്നാൽ സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമുണ്ട്. എന്താണ്? മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ, എവിടെ നിന്നാണ് സമ്പാദിച്ചത്, ഏതിലാണത് ചെലവഴിച്ചത് എന്ന്. അപ്പോൾ ഇതാണ് കാര്യം.
അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അക്ഫിനാ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനാ ബിഫദ്ലിക അമ്മൻ സിവാക്. അള്ളാഹു നിന്റെ ഹലാൽ കൊണ്ട് നീ എനിക്ക് ഹറാമിൽ നിന്ന് മതിയാക്കി തരണമേ, ഹറാമിലേക്ക് പോകാതെ ഹലാൽ കൊണ്ട് മതിയാക്കി തരണമേ. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അള്ളാഹുവെ നീ അല്ലാത്തവരിലേക്ക് ആശ്രയിച്ച് ചെല്ലാതെ നീ തന്നെ എനിക്ക് ഗിന നൽകണമേ, ഐശ്വര്യവും വേണ്ടതൊക്കെ നൽകണമേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, عن أبي هريرة أنه سمع رسول الله صلى الله عليه وسلم يقول لا يجتمع غبار في سبيل الله ودخان جهنم في جوف عبد أبدا ولا يجتمع الشح والإيمان في قلب عبد أبدا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിഉ ഒരുമിച്ച് ചേരുകയില്ല, ഗുബാറും ഫീ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റിട്ടുള്ള പൊടി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ യുദ്ധങ്ങൾ, അതിലൊരാൾ പങ്കെടുത്തു, അയാൾക്ക് ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരത്തിൽ പൊടി പറ്റി, അതും ദുഖാനു ജഹന്നം നരകത്തിലെ പൊടിയും നരകത്തിലെ പുകയും ഒരുമിച്ച് ചേരുകയില്ല ഫീ ജൗഫി അബ്ദിൻ ഒരടിമയുടെ ഉള്ളിൽ അബദൻ ഒരിക്കലും, എന്നാൽ അയാൾ നരകത്തിൽ പോവുകയില്ല. വലാ യജ്തമിഉ ശുഹു വൽ ഈമാനു, അതുപോലെ ശുഹും ഈമാനും ഒരുമിച്ച് ചേരുകയില്ല ഫീ ഖൽബി അബ്ദിൻ അബദ, ഒരു അടിമയുടെ ഖൽബിൽ ഒരിക്കലും ഒരുമിച്ചുണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈമാനിനെ കാർന്നു തിന്നതാണ് ഈ ശുഹ് എന്നാൽ, ശുഹ് ദുനിയാവിനോടുള്ള ആർത്തി എന്നാൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിന്റെ ചുമലിൽ പിടിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ ഇരു ചുമലുകളിൽ കൈവച്ചിട്ട് പറഞ്ഞെന്താ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് വആബിറു സബീൽ, നീ ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെ ആയിത്തീരുക, ഒരു അപരിചിതനെ പോലെ, ഔ ആബിറു സബീൽ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. ഇബ്നു ഉമർ ഈ ഹദീസ് കേട്ട ശേഷം ആളുകളോട് പറയാറുണ്ടായിരുന്നു, ഇദാ അസ്ബഹത ഫലാ തൻതദിറിൽ മസാ വഇദാ അംസൈത ഫലാ തൻതദിറിസ് സബാഹ്, രാവിലെ ആയാൽ നീ വൈകുന്നേരം പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമായാൽ നീ രാവിലെ പ്രതീക്ഷിക്കണ്ട, നീ വേഗം നിന്റെ മരണത്തിന് മുമ്പ് അമലുകൾ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്തെ അമലുകൾ അതാണ് പരലോകത്തെ നമുക്കുള്ളത്, വേറൊന്നുമില്ല. ചില സലഫുകൾ അവർ ജനാസ കൊണ്ടുപോകുമ്പോൾ പറയാറുണ്ടായിരുന്നു, ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ അവനാണ് ബുദ്ധിമാൻ, അവനാണ് ശരിയായ വിജയി. ഈ ദിവസം നമുക്കൊക്കെ വരാനുള്ള ഈ ദിവസം, അന്ന് ലാഭം കൊയ്തെടുക്കാനുള്ളത് പ്രവർത്തിച്ചതാരോ അവനാണ് വിജയി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഹറാമിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ശുഹ്, മനുഷ്യൻ പൊതുവെ ആഗ്രഹങ്ങളുള്ളവനാണ്, സംശയമില്ല, അവന് ആഗ്രഹം ഉണ്ടാവും. حزين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. അള്ളാഹു പറഞ്ഞതുപോലെ മനുഷ്യർക്ക് പ്രിയങ്കരമാക്കിപ്പെട്ടിരിക്കുന്നു ചിലതിനോടുള്ള ഹുബ്ബ്, അതിനോടുള്ള ആഗ്രഹം, സ്ത്രീകളോട്, മക്കളോട്, വാഹനത്തോട്, വീടുകളോട്, കൃഷിയോട്, സമ്പത്തിനോട്, സ്വർണത്തോടും വെള്ളിയോടും, ഇതൊക്കെ മനുഷ്യന് പ്രിയമാക്കപ്പെട്ടിരിക്കുന്നു. അത് മനുഷ്യരുടെ പൊതുപ്രകൃതിയാണ്. എന്നാൽ അള്ളാഹുങ്കിലുള്ളതാണ് ഏറ്റവും നല്ലത്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞെന്താ, നബി അവരോട് പറയൂ, ഇതിനേക്കാളും നല്ലത് ഞങ്ങൾക്ക് പറഞ്ഞേരട്ടെ. എന്താണത്? സ്വർഗമാണ്. ഇതിനേക്കാൾ ഇത് ഒരിക്കലും നമ്മെ അതിൽ നിന്ന് തടയരുത്, മറിച്ച് അതിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ദുനിയാവിനെ നീ നിനക്ക് കയറി സഞ്ചരിക്കാനുള്ള ഒരു കഴുതയായി കാണുക. നിനക്ക് കയറിപ്പോകാനുള്ള ഒരു കഴുതയാണ് ഈ ദുനിയാവ്. ആ വില നീ കൊടുക്കുക. നിന്നെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന, നിനക്ക് സഞ്ചരിക്കാനുള്ള പാതയാണിത്. നിന്നെ ആഖിറത്തിൽ നിന്ന് തെറ്റിച്ച് കളയരുത്. നിന്റെ സമ്പത്തും മക്കളും നിന്റെ ഭാര്യയും നിന്റെ വീടും നിന്റെ സ്വർണവും വെള്ളിയുമെല്ലാം നിന്നെ അതിലേക്ക് സഹായിക്കുക, ആഖിറത്തിൽ വിജയിക്കാൻ നിന്നെ സഹായിക്കുക. അതിൽ നിന്ന് തടഞ്ഞോ, സുബ്ഹാനല്ലാഹ്, അവനാണ് പരാജയപ്പെട്ടവൻ. ഈ ദുനിയാവിൽ കെട്ടുപണഞ്ഞ് ആഖിറത്തിൽ നിന്ന് ശുഗലായിപ്പോയവൻ പരാജയപ്പെട്ടു. എന്നാൽ ഇതിനെ അതിനുവേണ്ടി ഉപയോഗിച്ചവൻ അവൻ വിജയിച്ചു, അവനാണ് വിജയിച്ചവൻ.
അതുകൊണ്ടാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് വലിയ ദുനിയാവ് ഒന്നാകെ അള്ളാഹു കൊടുത്തിരുന്നു. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽ പലരും പണമുള്ളവരുണ്ടായിരുന്നു. ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും അങ്ങനെയായിരുന്നു എന്നാണ്. ആവശ്യത്തിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ പലരും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അവർക്കൊന്നും, അതുപോലെ അബൂബക്കർ സിദ്ദീഖ്, അവർക്കൊന്നും അവരുടെ സമ്പത്ത് ദീനിൽ നിന്ന് അവരെ തടഞ്ഞിട്ടില്ല. കാരണം എന്താ? അതിനെ തന്നെ കണ്ടതൊരു ഖാസിനെ പോലെയാണ്. ഒരു ഖാസിൻ എന്താ? ഒരു ഖാസിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോർ കീപ്പറെ പോലെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു ഇത് നോക്കാൻ. അള്ളാഹു കൊടുക്കാൻ പറഞ്ഞെടുത്ത് തുറന്നിട്ടെടുത്ത് കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നത് അതിൽ എടുത്തു വെക്കും. അത്ര അയാൾ അതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് ദുനിയാവ് അയാളെ ഉപദ്രവിച്ചില്ല, ആഖിറത്തിന്റെ വഴിയിൽ നിന്ന് അയാളെ തടഞ്ഞില്ല. അള്ളാഹു അവനാണ് തൗഫീഖ് നൽകുന്നവൻ, അവനാണ് ഖൈറിലേക്ക് നമ്മെ എത്തിക്കുന്നവൻ, ഷർറിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നവൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫൈ എന്ന സ്വത്ത് അതെന്താണെന്ന് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിന് അവകാശമുള്ള ആളുകൾ ഒന്ന് മുഹാജിറുകളും അൻസാറുകളുമായ സഹാബികൾ, അവരിലെ പാവപ്പെട്ടവർ. ശേഷം വരുന്ന മുഅ്മിനുകളിലെ പാവപ്പെട്ടവരും. ശേഷം വരുന്ന മുഅ്മിനുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വരുന്നവർ, അഥവാ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വരുന്നവർ. ഈ ആയത്തോടെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുഅ്മിനുകളും ഈ മൂന്നായത്തിൽ ഉൾക്കൊണ്ടു. ഒന്ന് മുഹാജിറുകളും അൻസാറുകൾ സഹാബിമാർ. മൂന്നാമത്തെ ആയത്തിലുള്ളവരോ അവർക്ക് ശേഷം വരുന്ന മുഅ്മിനുകൾ. അപ്പോൾ അവർക്ക് ശേഷം വരുന്ന മുഅ്മിനുകൾ നിനക്ക് ഉൾപ്പെടണോ? നിന്റെ നിലപാട് എന്തായിരിക്കണം? ദാ അള്ളാഹു പറഞ്ഞതുപോലെ വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വരുന്നവർ യഖൂലൂന, അവർ പറയുന്നു അഥവാ ദുആ ചെയ്യുന്നു, റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണമേ, വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും. അവരാരാണ്? അല്ലദീന സബഖൂന, നമ്മളെക്കാൾ മുൻപേ പോയവർ, ബിൽ ഈമാൻ, ഈമാനുമായി, നേരത്തെ മുഅ്മിനുകളായ നമ്മുടെ മുൻഗാമികൾ, അവർക്കും നീ പുറത്തു കൊടുക്കണമേ. വലാ തജ്അൽ, അല്ലാഹുവേ നീ ആക്കി തീർക്കരുത്, ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഗില്ലൻ, ഒരു വെറുപ്പ്, ലില്ലദീന ആമനു, മുഅ്മിനുകളോട്, റബ്ബനാ ഇന്നക റഊഫുർ റഹീം, ഞങ്ങൾ റബ്ബേ നീയാണ് റഊഫും റഹീമും. അള്ളാഹു ഏറെ റഅഫത്തുള്ളവനാണ്, ദയയുള്ളവനാണ്, റഹീമുൻ, ഏറെ റഹ്മത്ത് ചൊരിയുന്നവനാണ്. അസ്അലുല്ലാഹ മിൻ റഹ്മതിഹി. ഇബ്ൻ കസീർ പറയുന്നു, ഹഉലാഇ ഹും അൽ ഖിസ്മു الثالث മിമ്മൻ യസ്തഹിഖു ഫുഖറാഉഹും മിൻ മാലിൽ ഫൈഇ. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. ഇവരിലെ സാധുക്കളും ഫൈഇന് അവകാശികളാണ്. വഹുമുൽ മുഹാജിറൂന സുമ്മൽ അൻസാറു സുമ്മ താബിഊന ലഹും ബിഇഹ്സാൻ. ഒന്നാമത്തെ മുഹാജിറുകൾ, രണ്ടാമത്തെ അൻസാറുകൾ, മൂന്നാമത്തേത് അവർക്ക് ശേഷം നല്ല നിലക്ക് അവരെ പിൻപറ്റിയവർ. ഈ മൂന്ന് വിഭാഗത്തിലെയും സാധുക്കൾക്ക് ഖിയാമത്ത് നാൾ വരെ ഫൈഇ എന്ന സ്വത്തിന്, മുസ്ലിം ഭരണകൂടത്തിന് കിട്ടുന്ന ഒരു സ്വത്താണത്, അതിനവകാശമുണ്ട്. കമാ ഖാല ഫീ ആയത്തി ബറാഅത്ത് സൂറത്തിലെ അഥവാ തൗബയിലെ സൂറത്ത് ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. നേരത്തെ മുഅ്മിനുകളായ മുഹാജിറുകളും അൻസാറുകളും നല്ല നിലക്ക് അവരെ പിൻപറ്റിയവർ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇബ്ൻ കസീർ പറയുന്നു, ഫത്താബിഊന ലഹും ബിഇഹ്സാനിൻ, സഹാബികളെ നല്ല നിലക്ക് പിൻപറ്റിയവരെന്ന് പറഞ്ഞാൽ ഉദ്ദേശമാരാണ്? ഹുമുൽ മുത്തബിഊന ലിആഥാരിഹിമുൽ ഹസന വഔസാഫിഹിമുൽ ജമീല, നല്ലവരായ നമ്മുടെ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നവരാണ്, അവരുടെ നല്ല വിശേഷണങ്ങൾ അത് ഉൾക്കൊള്ളുന്നവരാണ്, അത് അവരെ പോലാവുന്നവരാണ്. മാത്രമല്ല അദ്ദാഊന ലഹും, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്, മുൻകഴിഞ്ഞ മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു മുഅ്മിനിന് ഇസ്തിഗ്ഫാർ ചെയ്താൽ, എത്ര മുഅ്മിനുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടോ അത്രയും എണ്ണം പ്രതിഫലം കിട്ടുക. ഇപ്പോൾ ഒരാൾ ദുആ ചെയ്ത് നോട്ടിക്കോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. എത്ര പ്രതിഫലങ്ങളായി കിട്ടി. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മുഴുവൻ മുഅ്മിനുകളുടെയും എണ്ണത്തിൽ അത്ര എണ്ണം പ്രതിഫലം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞില്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിയുക, നിന്റെ പാപത്തിന് പാപമോചനം തേടുക, മുഅ്മിനുകളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയും. അപ്പോൾ ഇത് നബിമാരുടെ ദുആ ആണ്, ഖുർആൻ അല്ലാഹു കൽപ്പിച്ചതാണ്. അവർക്ക് വേണ്ടിയുള്ള ദുആ അവരുടെ എണ്ണത്തിൽ ഇത്ര മുഅ്മിനുകളുണ്ട്, അവരുടെ എണ്ണത്തിൽ ഓരോരുത്തരുടെ എണ്ണം കണക്കായി ഉള്ള പ്രതിഫലമാണ് ദുആ ചെയ്യുന്ന ആൾക്ക് കിട്ടുക. ഇത്രയും മഹത്തായ കാര്യമാണ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക എന്നത്, പാപമോചനം തേടുക എന്നത്. മലക്കുകൾ ചെയ്യുന്നതാണത്. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم. മലക്കളുടെ ദുആ നോക്ക്, മുഅ്മിനുകൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കണമേ, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ നീ അവർക്ക് വാഗ്ദാനം ചെയ്തതുപോലെ, അതുപോലെ അവരുടെ ഉപ്പമാരെ, പിതാക്കളെ, അവരുടെ മക്കളെ, അവരുടെ ഇണകളെ മലക്കുകളുടെ ദുആ ആണ്. അപ്പോൾ മഹത്തായ ദുആ ആണത്, മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത്. അപ്പോൾ ഈ മുഅ്മിനുകൾ അവർ തങ്ങൾക്ക് മുൻപേ കടന്നുപോയ മുഅ്മിനുകൾക്ക് വേണ്ടി രഹസ്യത്തിലും പരസ്യത്തിലും ദുആ ചെയ്യുന്നവരാണ്. രഹസ്യത്തിൽ മാത്രമല്ല, പരസ്യത്തിൽ മാത്രമല്ല, രഹസ്യമായും പരസ്യമായും ദുആ ചെയ്യുന്നു. വലഹാദാ ഖാല തആല ഫീ ഹാദിഹിൽ ആയ, അതുകൊണ്ടാണ് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞത് വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂൻ, അവർക്ക് ശേഷം വന്നവർ ദുആ ചെയ്യും. യഖൂലൂൻ ഐ ഖായിലീൻ, അവർ പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യും, റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. ഗില്ലൻ എന്ന് പറഞ്ഞാൽ ബുഗ്ദ വഹസദ, സഹാബത്തിനോടുള്ള വിരോധവും അസൂയയും ഷിയകൾ റാഫിദികൾ വെച്ചു പുലർത്തുന്നത് പോലെയുള്ളത്, അതൊരിക്കലും മുഅ്മിനുകൾക്ക് പാടില്ല. നോക്ക്, ഇതുപോലെ ഈ ആയത്തിൽ നിന്ന് ഇമാം അഹ്മദ് ഒരു വിഷയത്തിന് ഇമാം മാലിക് ഒരു വിഷയത്തിന് തെളിവ് പിടിച്ചു. എന്താണത്? ഇബ്നു കസീർ പറയുന്നു, വമാ അഹ്സന മസ്തംബതൽ ഇമാമു മാലിക് അൽ ഇമാമു മാലിക് റഹിമഹുല്ലാഹ് മിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ. ഈ ആയത്തിൽ നിന്ന് ഇമാം മാലിക് തെളിവ് പിടിച്ചത് എത്ര നല്ല തെളിവ് പിടിച്ചാണത്. എന്താണ് തെളിവ് പിടിച്ചത്? അന്നർ റാഫിദിയ്യ അല്ലദീ യസുബ്ബു الصحابة ലൈസ ലഹു ഫീ മാലിൽ ഫൈഇ നസീബുൻ. സഹാബത്തിനെ ചീത്ത വിളിക്കുന്നവനായ റാഫിദി ഷിഈ, അവൻ എന്തില്ല? ഫൈ സ്വത്തിൽ നിന്ന് ഓഹരിയില്ല. മുസ്ലിം ഭരണാധികാരികൾക്ക്, ഭരണകൂടത്തിന് ലഭിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ പാവപ്പെട്ടവർക്കുള്ളതാണത്. മുഹാജിറുകളായ സഹാബികളുടെ കാലത്ത് അവരിലെ പാവപ്പെട്ടവർക്ക്, അൻസാറുകളുടെ കാലത്ത് അവരിലെ പാവപ്പെട്ടവർക്ക്, ശേഷമുള്ള മുഅ്മിനുകൾക്കും. പക്ഷേ റാഫിദി ഉണ്ടെങ്കിൽ അവനെന്തില്ല? ഫൈ കൊടുക്കാൻ പാടില്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഈ ആയത്തിൽ നിന്ന് തെളിവ് പിടിച്ചു പറഞ്ഞു. അത് എത്ര നല്ല തെളിവെടുത്താണ്. കാരണം എന്താ? അള്ളാഹു അവരുടെ വിശേഷണമായി പറഞ്ഞത് അവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. പക്ഷെ ഇവരെന്താണ്? സഹാബത്തിനെ ചീത്ത വിളിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞതുപോലെ ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉർവ ഇബ്നു സുബൈർ എന്ന അവരുടെ സഹോദരിയുടെ മകനോട്, ഉർവ ഇബ്നു സുബൈർ ഇബ്നു അവ്വാം എന്ന താബിഈണ്ട്, അദ്ദേഹം അസ്മാഇന്റെ മകനാണ്. അസ്മാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്, മൂത്ത സഹോദരിയാണ് അസ്മാ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഉർവയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യബ്ന ഉഖ്തി, എൻ്റെ സഹോദരിയുടെ മകനെ, ഉമിറു അൻ യസ്തഗ്ഫിറു ലി അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസബ്ബൂഹു, അവർ നബിയുടെ സഹാബിമാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ കൽപ്പിക്കപ്പെട്ടു. അള്ളാഹു അവരോട് കൽപ്പിച്ചെന്താ? സഹാബിമാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ. ഫസബ്ബൂഹും, ചെയ്തതോ അവര് സഹാബത്തിനെ ചീത്ത വിളിച്ചു. സഹാബത്തിനെ ചീത്ത വിളിച്ചു. ഖാദി അയ്യാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുകയുണ്ടായി, ഇത് അലി ഇബ്നു അബി താലിബിനെ ചീത്ത വിളിച്ചൊരു കൂട്ടർ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിച്ചൊരു കൂട്ടർ, ഇങ്ങനെ സഹാബത്തിനെ ചീത്ത വിളിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിച്ചൊരു കൂട്ടർ,
ഇവരൊക്കെ ഈ അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണിത്. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഖുർആനിൽ. ഇവർ ആ കൽപ്പന ലംഘിച്ചിതാ സഹാബികളെ ചീത്ത വിളിക്കുന്നു. ഉമിറു അൻ യസ്തഗ്ഫിറു ലി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസബ്ബൂഹും. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. ഈ ആയത്തിനെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി റിവായത്തുകൾ വന്നിട്ടുണ്ട്. എന്താണ്? ഫസ്തവഅബത് ഹാദിഹിൽ ആയതു അന്നാസ. ഈ മൂന്നായത്തുകൾ ഇതിൽ ഉൾക്കൊണ്ടു മനുഷ്യർ മുഴുവൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ മുഴുവൻ. ഫലം യബ്ഖ അഹദും മിനൽ മുസ്ലിമീന ഇല്ലാ ലഹു ഫീഹാ ഹഖ്ഖുൻ. മുസ്ലിമീങ്ങളിൽ ഒരാളുമില്ല ഇതിൽ ഹക്കുണ്ടായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ടവർക്കെല്ലാം ഈ ഫൈയിൽ നിന്ന് അവകാശമുണ്ട്. മുസ്ലിമീങ്ങളെല്ലാം ഈ മൂന്നായത്തിൽ പെട്ടു. അപ്പോൾ ഇതിൽ പെട്ടിട്ടില്ലേ ഇസ്ലാമിൽ നിന്ന് പുറത്താവും. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളിൽ ഒരാൾ ഒരിക്കൽ കണ്ടു, ഒരാൾ സഹാബത്തിൽ ചിലരെ മോശം പറയും. അപ്പോൾ അദ്ദേഹം സലഫുകൾപ്പെട്ട മുൻഗാമികൾപ്പെട്ട അദ്ദേഹം ചോദിച്ചു, ഈ ആയത്തോതി ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഖുറിജൂ മിൻ ദിയാരിഹിം. അത് ആരെക്കുറിച്ച് പറഞ്ഞതാ? മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞ ആയത്ത്. ആ ആയത്തോതിട്ട് ചോദിച്ചു, നീ ഈ കൂട്ടത്തിലാണോ? മുഹാജിറുകളുടെ കൂട്ടത്തിലാണോ? അയാൾ പറഞ്ഞല്ല. രണ്ടാമത്തെ ആയത്തോതി വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ ചോദിച്ചു, ഇക്കൂട്ടത്തിലാണോ നീ? അല്ല, ഞാൻ ആ കൂട്ടത്തില്ല. എന്നാൽ നീ മൂന്നാമത്തേലും അല്ല. കാരണം മൂന്നാമത്തെ ആയിരുന്നെങ്കിൽ നീ അവരെ കുറിച്ച് നല്ലതാണ് പറയുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറാണ് നടത്തുക. അപ്പം ആദ്യത്തെ രണ്ടിൽ ഒരാൾ ഉൾപ്പെട്ടില്ലേ, പിന്നെ മൂന്നാമത്തിൽ ഉൾപ്പെടുകയല്ലാതെ വേറെ വഴിയില്ല. അതിലുൾപ്പെട്ടില്ലേ, പിന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലല്ല അവൻ്റെ സ്ഥാനം. ഇപ്പം നോക്കുക, റാഫിദികൾ അവരെവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കുക. അതുകൊണ്ടാണ് സഹാബത്തിനോടുള്ള വിരോധം തന്നെ കുഫാറുകളുടെ അടയാളമായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആനിൽ ഒറ്റ സ്ഥലത്തെ എന്തുള്ളൂ? മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് ഒരുമിച്ചുള്ളൂ. മുഹമ്മദുൻ എന്ന് വേറെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم എന്ന് സൂറത്ത് മുഹമ്മദിൽ കാണാം. വേറെയും സ്ഥലത്ത് കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്ത്. ആ ആയത്ത് സഹാബത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്ന ആയത്താണ്. കാരണം അതിൻ്റെ ശേഷം അള്ളാഹു പറയുന്നത് സഹാബത്തിനെ കുറിച്ചാണ്. വല്ലദീന മഅഹു, നബിയുടെ കൂടെയുള്ള ആളുകൾ. സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. എന്തിനാണ് അള്ളാഹു അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്? അവരല്ലാഹു വളർത്തിക്കൊണ്ടുവരും സഹാബത്തിനെ. എന്തിനു വേണ്ടി? ലിയഗീള ബിഹിമുൽ കുഫാർ, കുഫാറുകൾക്ക് അവരെ കൊണ്ട് ദേഷ്യം പിടിക്കാൻ. സഹാബത്തിനോടുള്ള ഗൈൾ, അവരോടുള്ള വിരോധം, അത് കുഫാറുകളുടെ സ്വഭാവമാണെന്ന് അള്ളാഹുവിൻ്റെ ആയത്താണ്. സൂറത്തുൽ ഫത്ഹിലെ ആയത്ത് ലിയഗീള ബിഹിമുൽ കുഫാർ. സഹാബത്തിനോടുള്ള വിരോധം അത് കുഫാറുകളുടെ അടയാളം. അവർക്ക് ദേഷ്യം പിടിക്കും ഇവരോട്. യഥാർത്ഥത്തിൽ അവരോട് കയ്യിൽ വെച്ച് പുലർത്തിയതുകൊണ്ട് അവർക്ക് യാതൊന്നും വരാനില്ല. അവർ കഴിഞ്ഞുപോയ ഒരു തലമുറയാണ്. അവർക്ക് ഖൈറേ വരാനുള്ളൂ. ഇവർ ചീത്ത വിളിക്കുന്നേന അവർക്കതാ നന്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ചില അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്കൊക്കെ ഉള്ളതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇവരുടെയൊക്കെ അവസ്ഥ എന്താ? അവരുടെ നന്മകളുടെ സുഹഫ് അത് നിവർത്തപ്പെട്ടിരിക്കുന്നു. അവരുടെ ഇൽമ് ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുമ്പോഴും അതുപോലെ അവരെ ചീത്ത വിളിക്കുന്നവരൊക്കെ നന്മ അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തറ ഇലൽ ലദീന നാഫഖു യഖൂലൂന
لإخوانهم الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قتلتم لننصرنكم والله يشهد إنهم لكاذبون. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് പറഞ്ഞതുപോലെ ഈ സൂറത്തിൻ്റെ മറ്റൊരു പേര് തന്നെ എന്താണ്? സൂറത്തു ബനി നദീർ. ബനു നദീർ ഗോത്രത്തിൻ്റെ അവരുമായി ബന്ധപ്പെട്ട സംഭവം വിവരിക്കുന്ന സൂറത്താണിത്. ബനു നദീർ എന്ന യഹൂദി ഗോത്രത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കോട്ട വളയുകയും അവസാനം അവർ ഉള്ളതും കൊണ്ട് ഓടുകയും ചെയ്തു. അവരുടെ ചതിയും അവരുടെ വഞ്ചനയും ഒക്കെ കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ കോട്ടക്കകത്തായിരുന്ന കാലത്ത്, മുസ്ലിമീങ്ങൾ അവരെ ഉപരോധിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അവരെ എതിർക്കാൻ ചെല്ലുന്ന കാലത്ത് മദീനയിലെ മുനാഫിക്കുകൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എന്തു വന്നാലും മുഹമ്മദിനോട് തോറ്റു കൊടുക്കരുത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ എന്ന് മുനാഫിക്കുകൾ ഇവരോട് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു തആല അതിനെക്കുറിച്ചാണ് ഇനിയുള്ള ആയത്തുകളിൽ പറയുന്നത്. ഇതുവരെ ആ യുദ്ധം, അതുപോലെ അതിൽ നിന്ന് കിട്ടിയ സ്വത്ത് അത് ആർക്കൊക്കെയാണ് അവകാശപ്പെട്ടത് എന്ന കാര്യം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീന നാഫഖൂ, മുനാഫിക്കുകളെ, യഖൂലൂന ലി ഇഖ്വാനിഹിം, അവരവരുടെ സഹോദരങ്ങളോട് പറയുന്നു. ആരാ മുനാഫിക്കുകളുടെ സഹോദരങ്ങൾ? അല്ലദീന കഫറു, മുനാഫിക്കുകളുടെ ഇഖ്വാൻ ആരാ? കാഫിറുകളാണ്. മിൻ അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട അഥവാ യഹൂദികളിൽ, ഇവിടെ ഉദ്ദേശം അഹ്ലുൽ കിതാബ് യഹൂദി നസ്രാനികളാണ്, ഇവിടെ ഉദ്ദേശം യഹൂദികൾ. യഹൂദികളിൽപ്പെട്ട കാഫിറുകളായ ഇവരുടെ സഹോദരങ്ങളോട് മുനാഫിക്കുകൾ എന്താണ് പറഞ്ഞതെന്ന് നീ കണ്ടില്ലേ? ലഇൻ ഉഖ്രിജ്തും ലനഖ്റുജന്ന മഅക്കും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കപ്പെട്ടാൽ ലനഖ്റുജന്ന മഅക്കും, ഞങ്ങളും വരും നിങ്ങളുടെ. നിങ്ങളുടെ കൂടെ പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളുണ്ടാവും കൂടെ, നിങ്ങൾ മാത്രമായിട്ട് പുറത്താക്കൂല, അങ്ങനെ നമ്മൾ പുറത്താവും. ധൈര്യം കൊടുക്കുന്നവർ. വലാ നുതിഉ ഫീകും അഹദൻ അബദ, വലാ നുതിഉ ഫീകും, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അനുസരിക്കുകയില്ല, അഹദൻ, ഒരാളെയും, അബദൻ, ഒരിക്കലും. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കെതിരായി ഒരാളെ നമ്മൾ അനുസരിക്കുകയില്ല, നിങ്ങളുടെ അനുകൂലമായിരിക്കും നമ്മുടെ നിലപാട്. വഇൻ ഖൂതിൽതും, ഇനി നിങ്ങൾ യുദ്ധം ചെയ്യപ്പെടുകയാണെങ്കിൽ, നിങ്ങളോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ലനൻസുറന്നക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുന്ന മുനാഫിക്കുകളെ കണ്ടില്ലേ നബിയെ? വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അള്ളാഹു ഇതാ സാക്ഷ്യം വഹിക്കുന്നു, കള്ളന്മാരാണ്, അവർ കളവ് പറയുകയാണ്. ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിലു ലാ യൻസുറൂനഹും വലഇൻ നസറൂഹും ലയുവല്ലുന്ന അദ്ബാർ ثم لا ينصرون. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയുന്നു, നോക്കൂ, ലഇൻ ഉഖ്രിജു, അവരെങ്ങാനും പുറത്താക്കപ്പെട്ടാൽ ലാ യഖ്റുജൂന മഅഹും, ഇവരവരോട് പുറത്തു പോവുകയില്ല. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അവർ പുറത്തു പോയപ്പോൾ അവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മുനാഫിക്കുകൾ അവരെ അനുഗമിച്ചിട്ടില്ല, അവരെ സഹായിച്ചിട്ടുമില്ല. അതുപോലെ അള്ളാഹു പറയുന്നു, വലഇൻ ഖൂതിലു, അവർ യുദ്ധത്തിന് വിധേയരായാൽ, അവരോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ലാ യൻസുറൂനഹും, ഈ മുനാഫിക്കുകൾ അവരെ സഹായിക്കുകയുമില്ല. വലഇൻ നസറൂഹും, ഇനി സഹായിച്ചെങ്കിലും ലയുവല്ലുന്നൽ അദ്ബാർ, അവർ പിന്തിരിഞ്ഞോടും. ലയുവല്ലുന്ന എന്ന് പറഞ്ഞാൽ തിരിയുക, അദ്ബാർ, അദ്ബാറിന പിൻഭാഗം, പിന്തിരിഞ്ഞ് ഓടും. ثم لا ينصرون, പിന്നെ അവർ സഹായിക്കപ്പെടുകയുമില്ല, പിന്നെ വിജയിക്കുകയുമില്ല. കാരണം എന്താ? ലഅൻതും അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ്, ലഅൻതും, നിങ്ങളാണ്, അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഏറ്റവും പേടിയുള്ളവർ, മിനല്ലാഹ്, അള്ളാഹിനേക്കാൾ പടപ്പുകളെ പേടിക്കുന്ന ഒരു കൗമാണ് ആര്? മുനാഫിക്കുകൾ. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹു അവരെ കുറിച്ചാണ് പറഞ്ഞത്. ജനങ്ങളിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നു, അവർ പലതും മറച്ചുവെച്ച് കാണാതിരിക്കാൻ ശ്രമിക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നില്ല, അള്ളാഹുവിങ്കിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നില്ല. അള്ളാഹു കാണാതെ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിയുമോ? അള്ളാഹു എല്ലാം കാണുന്നു, അതുകൊണ്ട് അള്ളാഹിനെ അനുസരിക്കാണ് വേണ്ടത്. അതവർ ചെയ്യുന്നില്ല. ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ذلك بأنهم قوم لا يفقهون, കാരണം എന്തെന്നാൽ അവർ ഫിഖഹില്ലാത്ത, ചിന്തിക്കാത്ത ഒരു വിഭാഗമാകുന്നു. എന്താണ് ഈ ആയത്തുകളുടെ തഫ്സീർ? ഇമാം ഇബ്ൻ കസീർ പറയുന്നു, യുഖ്ബിറു തആല അനിൽ മുനാഫിഖീൻ
അള്ളാഹു മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നു അബ്ദുല്ലാഹിബിൻ ഉബൈ അദ്റാബിഹി, അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂലും അവനെ പോലെ ഉള്ളവരും ഹീന ബഅസൂ ഇലാ യഹൂദ ബനി നദീരി യഇദൂനഹും അൻ-നസ്റ മിൻ അൻഫുസിഹിം, അവരെന്ത് ചെയ്തു? പറഞ്ഞയച്ചു, സന്ദേശം കൊടുത്തു. ആർക്ക്? ബനൂ നദീർ ഗോത്രക്കാരായ യഹൂദികൾക്ക്. എന്താണ്? ഞങ്ങൾ സഹായിക്കും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എന്ത് വന്നാലും പിടിച്ചിരിക്കണം, തോറ്റു കൊടുക്കരുത് എന്നൊക്കെ. അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർ പറഞ്ഞു, നിങ്ങൾ പുറത്താകുകയാണെങ്കിൽ ഞങ്ങളുണ്ടാവും, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആരെ അനുസരിക്കുകയില്ല, നിങ്ങളോട് യുദ്ധം ഉണ്ടായാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അള്ളാഹു പറഞ്ഞു, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്ന അവർ കള്ളന്മാരാണ്, അവർ കളവ് പറയുകയാണ്. ഐ ലകാദിബൂന ഫീമാ വഅദൂഹും ബിഹി, ഇബ്നു കസീർ പറയുന്നു അവർ വാഗ്ദാനം കൊടുത്തത് പൊള്ളയാണ്. ഇമ്മാ ലിഅന്നഹും ഖാലൂ ലഹും ഖൗല വമിൻ നിയ്യതിഹിം അല്ലാ യഫൂലഹും ബിഹി, ഒന്നുകിൽ എന്താ അവർ പറഞ്ഞതൊരു വെറും വാക്കാണ്, വാക്ക് കൊടുക്കുമ്പോൾ തന്നെ എന്തില്ല പാലിക്കണമെന്ന് ഉദ്ദേശത്തോടെ കൊടുത്തല്ല. പിടിച്ചിരിക്കട്ടെ, മുസ്ലിമീങ്ങൾ അങ്ങനെ ജയിക്കണ്ട, മുസ്ലിമീങ്ങളെ അവർ പരാജയപ്പെടുത്തുമെങ്കിൽ പരാജയപ്പെടുത്തട്ടെ എന്ന നിലക്ക് പറഞ്ഞതാണ്. വഇമ്മാ ലിഅന്നഹും ലാ യഖഉ മിൻഹും അല്ലദീ ഖാലൂ, അല്ലെങ്കിൽ അവർ ആ സമയത്ത് വാഗ്ദാനം പാലിക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് തോറ്റാലൊരിക്കലും ആ അവസ്ഥ പാലിക്കേണ്ട സമയത്തേലും അവർ പാലിക്കുകയില്ല. അപ്പോൾ ഉദ്ദേശം പാലിക്കണമെന്നാണെങ്കിലും വാഗ്ദാനം കൊടുക്കുമ്പോൾ പാലിക്കണമെന്നാണ് അവർ ഉദ്ദേശമെങ്കിലും പാലിക്കേണ്ട സമയത്ത് അവർക്കത് പാലിക്കാനാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ ആശയം ഇതിൽ രണ്ടിലൊന്നാണ്. വലിഹാദാ ഖാല തആല, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് പോലെ ഇൻ ഖൂതിലൂ ലാ യൻസുറൂനഹും, അവർ യുദ്ധം ചെയ്യപ്പെട്ടാൽ ഇവരവരെ സഹായിക്കുകയില്ല. ഐ ലാ യുഖാതിലൂന മഅഹും, അവരുടെ കൂടെ ചേർന്ന് മുസ്ലിമീങ്ങളോട് അവർ യുദ്ധം ചെയ്യുകയില്ല. വല ഇൻ നസറൂഹും, ഇനി സഹായിച്ചാൽ തന്നെ ഐ ഖാതലൂ മഅഹും, അഥവാ അവരുടെ കൂടെ യുദ്ധം ചെയ്താലും തിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞത് ഇബ്നു കസീർ പറയുന്നു ഹാദിഹി ബിശാറത്തുൻ മുസ്തഖില്ലത്തുൻ ബിനഫ്സിഹാ, സഹായിച്ചാൽ തിരിഞ്ഞോടും എന്നുള്ളത് ഇപ്പം മാത്രമല്ല എപ്പോഴും ഉള്ളതാണ്. അത് മുസ്തഖില്ലായ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. മുനാഫിക്കുകൾ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും, മുനാഫിക്കുകൾ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും, അവർ പിന്തിരിഞ്ഞോടുന്ന ആളുകളാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു അൻതും അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിൻ അല്ലാഹ്, നിങ്ങളെയാണ് അവർ അള്ളാഹുവിനേക്കാൾ അധികം പേടിക്കുന്നത്. ഇതുപോലെയാണ് സൂറത്തു നിസായിൽ അള്ളാഹു പറഞ്ഞത് ഇദാ ഫരീഖും മിൻഹും യഖ്ശൗന അന്നാസ കഖശിയത്തില്ലാഹി ഔ അശദ്ദ ഖശിയ, അവർ അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ ജനങ്ങളെ പേടിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ പേടിക്കുന്നതിനേക്കാൾ അധികം അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ അധികം അവർ ജനങ്ങളെ പേടിക്കുന്നു. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, മനസ്സിലാക്കാത്ത കാര്യം ഗ്രഹിക്കാത്ത ഒരു വിഭാഗമാണത്. ഒരുവന്റെ ഫിഖ്ഹിന്റെ ലക്ഷണമാണ് അവൻ അള്ളാഹിനെ പേടിക്കുക എന്നുള്ളത്. ഒരുവന് ബുദ്ധിയുണ്ടോ? റബ്ബിനെ പേടിക്കും. അവൻ റബ്ബിനെ പേടിച്ചവന് പിന്നെ പടപ്പുകളെ പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ റബ്ബിനെ പേടിക്കുകയും തൻ്റെ പാപങ്ങളെ സൂക്ഷിക്കുകയും അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ എല്ലാ ശർറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവരെ കാത്തുരക്ഷിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. الله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.